രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിച്ച് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പരാതിക്കാരുടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞും സ്വഭാവകത്യ സൂചന നൽകിയുമായിരുന്നു ശ്രീകണ്ഠൻ എം.പിയുടെ മോശം പരാമർശങ്ങൾ. കടുത്ത രോഷമുയർന്നതോടെ പരാമർശം പിൻവലിച്ച ശ്രീകണ്ഠൻ ഖേദം പ്രകടിപ്പിച്ചു. അതേസമയം പരാതി ഉന്നയിച്ച സ്ത്രീകൾക്കും ട്രാൻസ് വുമണിനുമെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ മണിക്കൂറിലും എന്നോണം പുതിയ ലൈംഗികാരോപണങ്ങളും വെളിപ്പെടുത്തലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കെ സംരക്ഷിക്കാനോ പിന്തുണയ്ക്കാനോ കോൺഗ്രസിൽ നിന്ന് ഒറ്റ ഒരാളുമില്ല. എന്നാൽ ശ്രീകണ്ഠൻ വ്യത്യസ്തനായി. കോടതി പറയുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല. പരാതി പറഞ്ഞ സ്ത്രീകൾ അർദ്ധവസ്ത്രം ധരിക്കുന്നവർ. മുനവെച്ചും ഗൂഢാർത്ഥം ദ്യോതിപ്പിച്ചും പ്രതികരണം. നിയമപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതി ഇതുവരെയും രാഹുലിനെതിരായിട്ടില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ്. ഒരിക്കലും അതിന് കൂട്ടുനിൽക്കൽ ഞങ്ങളുടെ ജോലിയല്ല. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഇപ്പോൾ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. പരാമർശത്തിൽ CPIM BJP വനിതാ നേതാക്കൾ കടുത്ത പ്രതിഷേധമുയർത്തി. വി.കെ. ശ്രീകണ്ഠൻ ഇങ്ങനെയൊരു പരാമർശം നടത്തുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് BJP നേതാവ് പത്മജ വേണുഗോപാൽ. കടുത്ത സ്ത്രീവിരുദ്ധതയാണ് ശ്രീകണ്ഠൻ നടത്തിയത്. സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങന്മാരെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി. ഇവരൊക്കെ പറയുന്ന ആളുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് നമുക്കൊക്കെ. ഒരു MP ആ സ്ഥാനത്തിരിക്കുന്ന ആള് അതിൻ്റെ മാന്യത പുലർത്തണം. ശ്രീകണ്ഠൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരധികം വിഷമം തോന്നി. നമുക്ക് ശ്രീകണ്ഠനെ പറ്റി മനസ്സിലുള്ളൊരു പിക്ചർ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഉടഞ്ഞുപോയി. കോൺഗ്രസിന്റെ സൈബർ അണികൾ ഇത്തരം അധിക്ഷേപം നടത്തുന്നത് സ്ഥിരമാണെന്ന് CPIM നേതാവ് KK ശൈലജ. എന്ത് വൃത്തികെട്ട സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഒരു സൈബർ സംഘം രൂപം കൊണ്ടിട്ടുണ്ട്. മുൻപൊന്നുമില്ലാത്ത വിധം ഏത് വൃത്തികെട്ട ഭാഷയും ആർക്കെതിരെയും പ്രയോഗിക്കാം എന്ന രീതിയിലുള്ള ഒരു സംഘം. അവരാണെങ്കിൽ ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട മെസ്സേജൊക്കെ അയക്കുക, എന്നിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. ശ്രീകണ്ഠന്റെ പ്രതികരണം സംസ്കാരശൂന്യമെന്ന PK ശ്രീമതി ഫേസ്ബുക്കിൽ എഴുതി. സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് KK രമ MLA പറഞ്ഞു. വാർത്തകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നീളുന്ന സൂചനകളുണ്ട്. അതിജീവിതകൾക്കൊപ്പമാണ് താൻ. ഇരകളാകുന്നവർക്ക് നിർഭയം പോരാടാനുള്ള സാഹചര്യമുണ്ടാകണം. പ്രതിഷേധം ശക്തമായതോടെ നിൽക്കക്കള്ളിയില്ലാതെ ശ്രീകണ്ഠൻ പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചു. ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നോ സ്ത്രീകളെ മോശമായിട്ട് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പൊതുജീവിതത്തിലില്ല, ജീവിതത്തിലില്ല. അങ്ങനെ ഒരു പരാമർശം തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകൾക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അതിഹീനമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളാണ് ആക്രമണം തുടരുന്നത്. നേതാക്കളാരും രാഹുലിനെ പിന്തുണയ്ക്കാതെ മാറി നിൽക്കുമ്പോഴാണ് തെറിവിളിയിലൂടെ സൈബർ അണികളുടെ പ്രതിരോധം. രാഹുൽ മോശം ഉദ്ദേശത്തോടെ ഇൻബോക്സിൽ സമീപിച്ചുവെന്ന് വെളിപ്പെടുത്തിയ പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ സൈബർ ആക്രമണത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നവർ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കൂട്ടയാക്രമണം നടത്തുകയാണെന്നും മാനസികാവസ്ഥ താളം തെറ്റിയ നിലയിലാണ് ഉപദ്രവിക്കരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പരാതി ഉന്നയിച്ച ട്രാൻസ് വുമൺ അവന്തിക ഫേസ്ബുക്കിൽ എഴുതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.